ദി മുത്തൂറ്റ് ഗ്രൂപ്പ്. ഈ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകം തന്നെ വളരെ സുപരിചിതമാണ്. 20,000 കോടി രൂപയുടെ ഒരു വലിയ സാമ്രാജ്യമാണത്. ഗോൾഡ് ലോണുകൾ, ഫിനാൻസ് സ്ഥാപനങ്ങൾ, വലിയ ഹോട്ടലുകൾ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മുത്തൂറ്റ് ഗ്രൂപ്പ്. അതിൻ്റെ ചെയർമാനായ MJ ജോർജ് മുത്തൂറ്റിന് 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇളയ മകനായിരുന്നു പോൾ. വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. ഡൽഹിയിലായിരുന്നു അവന്റെ വിദ്യാഭ്യാസം മുഴുവനും നടന്നത്. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ഡൽഹിയിലെ ഓപ്പറേഷൻസ് മുഴുവനും കൈകാര്യം ചെയ്തിരുന്നത് പോളായിരുന്നു. കൂടാതെ അവരുടെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ നോക്കി നടത്തിയിരുന്നതും അവൻ തന്നെയായിരുന്നു. പുറത്തു നിന്നുള്ള ആളുകൾ കാണുന്നിടത്തോളം അല്ലെങ്കിൽ പൊതുസമൂഹം അറിയുന്നിടത്തോളം അവനൊരു സുവർണ കുടുംബത്തിലെ സുവർണപുത്രനായിരുന്നു. ആ കുടുംബത്തിന്റെ ഏറ്റവും തിളക്കമുള്ള ഒരു മുഖമായിരുന്നു പോൾ. എന്നാൽ പോളിന്റെ ജീവിതത്തിന് ഇരുണ്ട മറ്റൊരു വശം കൂടി ഉണ്ടായിരുന്നു. അവന് പിന്നിൽ എപ്പോഴും ഒരു നിഴലുണ്ടായിരുന്നു. 2007 നടന്ന ഒരു കാര്യം പറയാം. അതായത് അവന്റെ മരണത്തിന് കൃത്യം 2 വർഷം മുൻപ് ഡൽഹി പോലീസിന്റെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ജോർജിനെ ഫരീദാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അവന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം എന്തായിരുന്നു എന്നറിയാമോ? കൊക്കൈൻ, അതുപോലെ തന്നെ ചരസ് എന്നിവ ഉപയോഗിച്ചു എന്നതായിരുന്നു ആ കേസ്. ഫസൽ ഖാൻ എന്ന പേരുള്ള അവരുടെ തന്നെ ഒരു ജീവനക്കാരൻ വഴിയാണ് പോൾ ഈ മയക്കുമരുന്നുകൾ സ്വന്തമാക്കിയതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഈ ഫസൽ ഖാൻ അത് കൊണ്ടുവന്നത് ഗോവയിൽ നിന്നായിരുന്നു എന്നും പറയപ്പെടുന്നു. ആ കേസിൽ പോളിന് ജാമ്യം ലഭിച്ചു. ആ കേസ് പിന്നീട് അധികം മുന്നോട്ട് പോയതുമില്ല. അവിടെ അത് അവസാനിച്ചു എന്ന് എല്ലാവരും കരുതി. പക്ഷേ ആ അറസ്റ്റും ആ ഒരു ഭൂതകാലവും അവന്റെ മരണശേഷം ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള രീതികളിൽ വീണ്ടും കടന്നു വരാനിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് നേരെ 2009 ഓഗസ്റ്റ് മാസത്തിലേക്ക് വരാം. പോൾ ഇപ്പോഴുള്ളത് കേരളത്തിലാണ്. അവൻ ഇവിടെ വളരെ സജീവമായിട്ട് പുതിയ വസ്തുവകകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ റിസോർട്ട് ബിസിനസ് കേരളത്തിൽ വികസിപ്പിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കച്ചവടങ്ങളും ഡീലുകളും ഒക്കെ വളരെ നന്നായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് കേരളത്തിൽ പോളിനുണ്ടായിരുന്ന പേഴ്സണൽ സർക്കിൾ, അതായത് അവന്റെ സുഹൃത്ത് വലയം, പലരിലും വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവൻ സമയം ചിലവഴിച്ചിരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളോടൊപ്പമായിരുന്നു. അതിൽ പ്രത്യേകിച്ച് 2 പേരെ കുറിച്ച് എടുത്തു പറയണം. ഒന്ന് ഓം പ്രകാശ്, രണ്ടാമത്തെയാൾ പുത്തൻപാലം രാജേഷ്. ഇവർ 2 പേർക്കുമെതിരെ നിലവിൽ തന്നെ ഒരുപാട് ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ അണ്ടർവേൾഡ് എക്കോസിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇവർക്ക് 2 പേർക്കും വളരെ അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ് മുത്തൂറ്റ് സാമ്രാജ്യത്തിന്റെ അവകാശി ഇത്തരം ആളുകളുമായിട്ട് നടക്കുന്നത്? എന്തിനാണ് അവരുമായി കൂട്ടുകൂടുന്നത്? ആ സമയത്ത് ഒഫീഷ്യലായിട്ട് തന്നെ ആരും ആ ചോദ്യം ചോദിച്ചിരുന്നില്ല. അന്ന് വരെ ആരും അത് ചോദിക്കാൻ തയ്യാറായിരുന്നില്ല. 2009 ഓഗസ്റ്റ് 21 രാത്രി പോളിനോടൊപ്പം ഈ 2 പേരും ആലപ്പുഴയിലെ ചമ്പക്കുളത്തുള്ള ഒരു റിസോർട്ടിലായിരുന്നു. അവരവിടെ ഒരു പാർട്ടി നടത്തുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് അവരവിടെ നിന്നും ഇറങ്ങി. അവർ ഒരു ഫോർഡ് എൻഡവർ SUV-യിൽ കയറി ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് യാത്ര തുടങ്ങി. ആ വണ്ടി ഓടിച്ചിരുന്നത് പോൾ ആയിരുന്നുവെന്നാണ് പറയുന്നത്. പോളിന്റെ സ്വന്തം ഡ്രൈവറായിട്ടുള്ള ഷിബു അവർക്ക് പിന്നിലായിട്ട് മറ്റൊരു വണ്ടിയിൽ അവരെ പിന്തുടർന്നുണ്ടായിരുന്നു. കൃത്യം അതേ സമയത്ത് തന്നെ അതേ റോഡിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. ആരും അറിയാത്ത മറ്റൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. 22 പേരടങ്ങുന്ന ഒരു സംഘം ഒരു ടെമ്പോ ട്രാവലിൽ തിങ്ങി നിറഞ്ഞ് ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു. ഇത് വിനോദയാത്രയ്ക്ക് പോകുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളായിരുന്നില്ല. മധ്യ കേരളം ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ സംഘത്തെ നയിച്ചിരുന്നത് ജയചന്ദ്രൻ എന്ന പേരുള്ള ഒരാളായിരുന്നു. അവന്റെ വലങ്കയായിട്ട് രണ്ടാമനായി കൂടെ ഉണ്ടായിരുന്നത് കാരി സതീഷായിരുന്നു. ഈ വന്ന ആളുകൾ എല്ലാവരും തന്നെ ആയുധങ്ങൾ കരുതിയിരുന്നു. അവർ ഈ പണിയിൽ വളരെ പരിചയസമ്പന്നരായിരുന്നു. അവർ ആലപ്പുഴയിലേക്ക് പോകുന്നത് 2 പേരെ ആക്രമിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി കൂടിയാകാം. അതിൽ ഒരാളുടെ പേര് കുരങ്ങനിസാർ എന്നാണ്, മറ്റൊരാളുടെ പേര് ഷമീർ എന്നാണ്. ഇതൊരു കോൺട്രാക്ട് ജോലിയായിരുന്നു. അവർക്ക് കിട്ടിയ ഒരു കൊട്ടേഷൻ. അവരുടെ ജീവിതത്തിലെ ഒരു സാധാരണ രാത്രിയിലെ ഒരു സാധാരണ ജോലി, അത്രമാത്രം. ഈ ഒരു നിമിഷത്തിലാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത 2 കഥകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. പരസ്പരം അറിയാത്ത 2 യാത്രകൾ ഒന്നിക്കുന്ന നിമിഷം. കളർകോട് ജംഗ്ഷൻ. കളർകോടിനടുത്ത് വെച്ചിട്ട് പോൾ ഓടിച്ചിരുന്ന SUV ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിൽ ഇടിച്ചു. ആ ബൈക്ക് ഓടിച്ചിരുന്ന ബിജു പുഷ്കരൻ എന്നയാൾ റോഡിലേക്ക് തെറിച്ചു വീണു. പക്ഷെ പോളിന്റെ വാഹനം അവിടെ നിർത്തിയില്ല. അത് മുന്നോട്ട് തന്നെ കുതിച്ചു പാഞ്ഞു. എന്നാൽ ഈ സംഭവങ്ങൾ മുഴുവനും അവർക്ക് തൊട്ട് പിന്നിലായിട്ട് ടെമ്പോ ട്രാവലറിൽ വരികയായിരുന്ന ഈ ജയചന്ദ്രന്റെ കൊട്ടേഷൻ സംഘം നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട ഉടനെ ജയചന്ദ്രൻ തന്റെ ആളുകൾക്ക് ഒരു നിർദ്ദേശം നൽകി. ആ കാറിനെ ഫോളോ ചെയ്യുക, അവരെ വിടരുത് എന്ന്. പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് ഈ കഥയെ മുഴുവനും മാറ്റിമറിക്കുന്നത്. പോളിന്റെ വാഹനം ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ നിന്നുപോയി. ആ വാഹനത്തിന് എന്തൊരു തകരാറ് സംഭവിച്ചിരുന്നു. ചിലർ പറയുന്നു അത് റേഡിയേറ്ററിന്റെ പ്രശ്നമായിരുന്നു എന്ന്. മറ്റു ചിലർ പറയുന്നത് എഞ്ചിൻ വല്ലാതെ ചൂടായതാണ് കാരണമെന്ന്.
എന്തായാലും വണ്ടി നിന്നപ്പോൾ പോളും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരും പുറത്തേക്കിറങ്ങി. ആ സമയം തന്നെ ജയചന്ദ്രന്റെ ടെമ്പോ അവിടെ അടുത്ത് വന്നു. ജയചന്ദ്രന്റെ ആളുകൾ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർ തമ്മിൽ ഒരു വാക്ക് തർക്കം അവിടെ ആരംഭിക്കുകയാണ്. തനിക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് പോൾ അവരോട് പറഞ്ഞതായി പറയപ്പെടുന്നു. തന്നെ തല്ലരുത് എന്ന് അവൻ അവരോട് അപേക്ഷിച്ചതായിട്ടും ചിലർ പറയുന്നുണ്ട്. എന്നാൽ കൃത്യം ആ ഒരു നിമിഷത്തിൽ കാരി സതീഷ് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പുറത്തെടുത്തു. അവൻ പോളിനെ 4 തവണ കുത്തി. 4 കുത്തുകളും കൊണ്ടത് പോളിന്റെ പുറകുവശത്താണ്. ശരീരത്തിന്റെ ഇടതുഭാഗത്തായിട്ടാണ് കുത്തേറ്റത്. അതിൽ 2 മുറിവുകൾ പോളിന്റെ ആന്തരിക അവയവങ്ങളെ വളരെ ഗുരുതരമായി തന്നെ ബാധിച്ചിരുന്നു. ഓം പ്രകാശും രാജേഷും, അതായത് പോളിന്റെ കൂടെ ആ കാറിലുണ്ടായിരുന്ന 2 പേർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ ആ രാത്രിയിലെ ഇരുട്ടിലേക്ക് എങ്ങോട്ടോ മറഞ്ഞുപോയി. പിന്നീട് ആഴ്ചകളോളം അവർ ഓട്ടത്തിൽ തന്നെയായിരുന്നു. എങ്ങോട്ടോ ഒളിച്ചോടുകയായിരുന്നു അവർ. പോളിന്റെ ഡ്രൈവറായിട്ടുള്ള ഷിബു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേർന്നു. രക്തം വാർന്നു കിടന്ന പോളിനെ അവർ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവന് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. അവൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളം ഉണരുന്നത് ഒരു കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും കേരളത്തെ വിട്ടുപോകാൻ വിസമ്മതിക്കുന്ന, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ കൊലപാതക വാർത്ത. സംഭവം നടന്ന് വെറും 34 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ, അതായത് SIT തലവനായ IG വിൻസെന്റ് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ചു, ഇത് ഒരു റോഡ് റേജിന്റെ ഭാഗമായി നടന്നൊരു സംഭവമാണ് എന്ന്. അതായത് റോഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുവെന്ന്. കേസിന്റെ എല്ലാ വിവരങ്ങളും വിശദീകരിച്ച് കേസ് ഏകദേശം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞുവെന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. അന്വേഷണം പൂർണ്ണമായിട്ടും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് അവർ വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ കേരള ഹൈക്കോടതിക്ക് ഇതിലൊട്ടും യോജിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കോടതി വാദങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പോലീസ് നടത്തിയ ഈ പത്രസമ്മേളനം വളരെ നേരത്തെയായി പോയെന്നും അതിൽ വലിയ സംശയങ്ങളുണ്ടെന്നും കോടതി തുറന്നടിച്ചു. പോലീസിന്റെ അന്വേഷണം പോകുന്ന വഴി ശരിയല്ല എന്നും അതിനെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള പല ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. കോടതി അവരോട് ചോദിച്ചത് ഇതാണ്: നിങ്ങൾ എന്തിനാണ് ഇത്ര വേഗത്തിൽ ഒരു കഥയുണ്ടാക്കി ഈ കേസ് അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടുന്നത്? ഈ അന്വേഷണത്തിൽ എന്തിനാണ് ഇത്ര അമിതമായിട്ടുള്ള തിടുക്കം കാണിക്കുന്നത്? പിന്നീട് ഓഗസ്റ്റ് മാസം 26-ാം തീയതി കാരി സതീഷ് അറസ്റ്റിലാകുന്നു. അതിനുശേഷം അവിടെ നടന്നൊരു കാര്യമുണ്ട്. ഈ കേസിൽ പിന്നീട് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സംഭവങ്ങൾ ഒന്നായിരുന്നു അത്. മാധ്യമങ്ങളുടെയും ക്യാമറകളുടെയും മുന്നിൽ വെച്ച് വളരെ നാടകീയമായിട്ടുള്ള രീതിയിൽ കേരള പോലീസ് ഈ കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു സംഭവം നടത്തി. അവർ കണ്ടെടുത്തത് S ആകൃതിയിലുള്ളൊരു കത്തിയായിരുന്നു. IG തന്റെ പത്രസമ്മേളനത്തിൽ ഈ കത്തിയുടെ രൂപത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വിവരിച്ചിരുന്നു. പിന്നീട് ആ കത്തിയായിരുന്നു ഈ കേസിന്റെ ഏറ്റവും വലിയ കഥയായിട്ട് മാറിയത്. പോൾ മുത്തൂറ്റ് കൊലപാതകം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഐക്കോണിക് ആയുധമായിട്ട് ആ S ആകൃതിയിലുള്ള കത്തി മാറി. എന്നാൽ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയായിരുന്നു. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴയിലുള്ള ഒരു ഇരുമ്പ് പണിക്കാരനെ, അതായത് ഒരു കൊല്ലനെ കണ്ടെത്തി. ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് അയാൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തി. തോമസ് എന്ന പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു S ആകൃതിയിലുള്ള കത്തിയുടെ ചിത്രം വരച്ചു കൊണ്ടുവന്ന് തനിക്ക് 500 രൂപ തന്നിട്ട് അത് ഉണ്ടാക്കാൻ പറഞ്ഞു എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. ആ പത്രസമ്മേളനം നടന്ന അതേ ദിവസം തന്നെയാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പോലീസ് മാധ്യമങ്ങളോട് കത്തി കിട്ടി എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. അതുമാത്രമല്ല, കാരി സതീഷിന്റെ സ്വന്തം മുത്തശ്ശി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പോലീസ് അവരുടെ വീട്ടിൽ വന്ന് ഒരു കത്തി കാണിച്ചതിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ അത് കണ്ടെടുത്തു എന്ന് കാണിച്ച് ഒരു നാടകം കളിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഈ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടേക്കാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പോലീസ് സ്വയം തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നുവെങ്കിൽ അവർ ആരെയാണ് അവിടെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്? ആരെ രക്ഷിക്കാനാണ് അവർ ഈ നാടകം കളിച്ചത്? എന്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സത്യം പുറത്തു വരാതിരിക്കാനാണ് അവർ ഈ കള്ളം പറഞ്ഞത്? കാരണം പിന്നീട് ഈ കേസ് CBI ഏറ്റെടുത്തപ്പോൾ അവർ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സ്ഥിരീകരിച്ചു. പോലീസ് കണ്ടെടുത്തു എന്ന് പറഞ്ഞ ആ S ആകൃതിയിലുള്ള കത്തി ഒരിക്കലും കൊലപാതകത്തിന് ഉപയോഗിച്ച യഥാർത്ഥ ആയുധമായിരുന്നില്ല. പോളിനെ കൊല്ലാൻ ഉപയോഗിച്ച യഥാർത്ഥ ആയുധം അവർ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്ത് നിന്നാണ് പിന്നീട് കണ്ടെടുത്തത്. അതോടെ പോലീസ് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത ആ S ആകൃതിയിലുള്ള കത്തി ഔദ്യോഗികമായി പിന്നീട് കഥയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സംഭവം ഉയർത്തിയ ചോദ്യങ്ങൾ, ആ സംശയങ്ങൾ, അതൊരിക്കലും അവിടെ നിന്ന് മാഞ്ഞുപോയില്ല. പിന്നീട് അവിടെ രാഷ്ട്രീയ കളികൾ ആരംഭിക്കുകയായിരുന്നു. ഈ കേസിന് മുകളിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ തുടങ്ങി.
പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. കാരി സതീഷ് ഒരു RSS പ്രവർത്തകനാണെന്ന് അദ്ദേഹം അവിടെ വെച്ച് അവകാശപ്പെട്ടു. പോലീസ് കണ്ടെത്തിയ ആ S ആകൃതിയിലുള്ള കത്തി അത് RSS സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു BJP ബന്ധമുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു. അതോടെ കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായിട്ട് മാറി. BJP ഇതിനെതിരെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ചു. അവർ വെറുതെ പറയുകയായിരുന്നില്ല, കൃത്യമായിട്ടുള്ള രേഖകൾ അവർ ഹാജരാക്കി. കാരി സതീഷിന്റെ കുടുംബം, KSKTU, അതുപോലെ DYFI എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളാണെന്നവർ തെളിയിച്ചു. ഈ രണ്ട് സംഘടനകളും CPMമായി ബന്ധമുള്ളവയാണ്. കാരി സതീഷ് തന്നെ പ്രവർത്തിച്ചിരുന്നത് CPMന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, അല്ലാതെ RSSുമായിട്ട് അവന് ഒരു ബന്ധവുമില്ല എന്നവർ വ്യക്തമാക്കി. അതോടെ BJP ഈ ആരോപണങ്ങളെല്ലാം അവർക്ക് നേരെ തന്നെ തിരിച്ചുവിട്ടു. എന്നാൽ ഈ കേസിൽ യഥാർത്ഥത്തിലുള്ള ഒരു ബോംബ് പൊട്ടിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് പ്രതിപക്ഷം പിന്നീട് പുറത്തു കൊണ്ടുവന്നത്. ആ സമയത്ത് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി CPMന്റെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള വിനീഷ് കോടിയേരിക്ക് സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട ഓംപ്രകാശുമായിട്ടും പുത്തൻപാലം രാജേഷുമായിട്ടും വളരെ അടുത്ത വ്യക്തിബന്ധങ്ങൾ ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈ ഓംപ്രകാശിനും രാജേഷിനും DYFI പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ടുപേരെയും പിടികൂടുന്നതിൽ പോലീസ് മനഃപൂർവ്വം മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചു. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പോലീസും ഭരണകൂടവും ചേർന്നാണെന്ന് അവർ പറഞ്ഞു. അധികാരത്തിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന ചിലരുമായിട്ട് ബന്ധമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അന്വേഷണത്തെ ഇത്തരത്തിൽ വഴിതിരിച്ചുവിടുന്നതെന്നും അവർ ആരോപിച്ചു. ഇതിന് മറുപടിയായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തമായിട്ടൊരു പത്രസമ്മേളനം നടത്തി ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു. തന്റെ മകൻ വിനീഷിന് ഈ കേസുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അവിടെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഓംപ്രകാശും രാജേഷും ആഴ്ചകളോളം ഒളിവിൽ തന്നെ തുടർന്നു. ഒടുവിൽ അവരെ കണ്ടെത്തുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. അതും പോലീസ് അവരെ പിടികൂടുകയായിരുന്നില്ല, അവർ കോടതിയിൽ പോയി കീഴടങ്ങുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണം, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല, അവർ സ്വയം കീഴടങ്ങി. ഇതിനിടയിൽ പോളിന്റെ പിതാവായിട്ടുള്ള MG ജോർജ് മുത്തൂറ്റിന് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസിന്റെ അന്വേഷണം പൂർണ്ണമല്ല എന്നും അത് ശരിയായ ദിശയിലല്ല പോകുന്നതെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. തുടർന്ന് 2010 ജനുവരി മാസത്തിൽ ഹൈക്കോടതി ഈ കേസ് മുഴുവനായി CBIക്ക് കൈമാറി. അതോടെ കേരള പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തായി. CBI ഈ കേസിന്റെ അന്വേഷണത്തിനായി പിന്നീട് വർഷങ്ങൾ തന്നെയാണ് എടുത്തത്. അവർ 14 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ അവിടെ CBI എടുത്തൊരു തീരുമാനം പലർക്കും വലിയ രീതിയിൽ വിവാദമായിട്ട് തോന്നിയിരുന്നു. ഓംപ്രകാശിനെയും അതുപോലെ തന്നെ പുത്തൻപാലം രാജേഷിനെയും അവർ പ്രതിപട്ടികയിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്നിട്ട് അവരെ പ്രോസിക്യൂഷൻ സാക്ഷികളാക്കി മാറ്റുകയാണ് CBI ചെയ്തത്. വളരെ ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2 പേർ കൊലപാതകം നടക്കുമ്പോൾ കൃത്യം ആ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് അപ്പം തന്നെ ഓടി രക്ഷപ്പെട്ട 2 പേർ. ഇപ്പോൾ ഈ കേസ് തെളിയിക്കാൻ സർക്കാരിനെ സഹായിക്കുന്ന പ്രധാന സാക്ഷികൾ അവർ 2 പേരുമാണ്. 2015 ഓഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരത്തെ CBI പ്രത്യേക കോടതി ഈ കേസിന്റെ വിധി പ്രഖ്യാപിച്ചു. പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 14 പേരിൽ 13 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അതിൽ ജയചന്ദ്രനും കാരി സതീഷും ഉൾപ്പെടെ 9 പേർക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. മറ്റ് 4 പേർക്ക് 3 വർഷത്തെ തടവ് ശിക്ഷയും നൽകി. അനീഷ് എന്ന പ്രതിയെ മാത്രം മതിയായ തെളിവുകളില്ലാത്ത കാരണം കോടതി വെറുതെ വിട്ടു. ആ വിധി വന്നപ്പോൾ ഒരു നിമിഷത്തേക്ക് എല്ലാവർക്കും തോന്നി ഇതിൽ നീതി നടപ്പിലായല്ലോ എന്ന്, നീതി ലഭിച്ചു എന്ന് പലരും കരുതി. എന്നാൽ ആ കഥ അവിടെ അവസാനിച്ചില്ല. 2019 സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി കാര്യങ്ങളെല്ലാം വളരെ നാടകീയമായിട്ട് മാറ്റിമറിച്ചു. ജീവപര്യന്ത ശിക്ഷ ലഭിച്ച 9 പേരിൽ 8 പേരെയും കോടതി വെറുതെ വിട്ടു. അതിൽ ആ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ജയചന്ദ്രനും ഉൾപ്പെട്ടിരുന്നു. കൊലപാതകം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരവിടെ ഒത്തുകൂടി എന്ന് തെളിയിക്കാനുള്ള മതിയായ തെളിവുകളില്ല എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഇതിനകം തന്നെ അവർ 9 വർഷത്തോളം ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. ആ 8 പേരും സ്വതന്ത്രരായി പുറത്തേക്ക് വന്നു. MG ജോർജ് ഈ വിധി കേട്ട് ശരിക്കും തകർന്നുപോയി. അദ്ദേഹം നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കുകയും ചെയ്തു. ഈ കേസ് വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. അങ്ങനെ ഈ കേസ് വീണ്ടും മറ്റൊരു പരിശോധനയിലേക്ക്, മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് കടന്നു. 2024 കണക്കനുസരിച്ച് പോൾ മുത്തൂറ്റ് കൊലപാതക കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് ഒരൊറ്റ മനുഷ്യൻ മാത്രം.
അത് കാര്യ സതീഷാണ്. 2024 മാർച്ച് മാസത്തിൽ കേരള ഹൈക്കോടതി അവന് നൽകിയ ജീവപര്യന്തം ശിക്ഷ ശരിവച്ചു. ആ കത്തി പിടിച്ചിരുന്ന ആൾ പോളിനെ 4 തവണ കുത്തിയാൽ അവൻ മാത്രമാണ് ഇപ്പോൾ ജയിലിൽ തന്റെ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ ജയചന്ദ്രൻ ആ കാറിനെ പിന്തുടരാൻ തന്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകിയ ആ ഗ്യാങ് ലീഡർ അവനിന്ന് പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ്. ഇനി നമുക്ക് ഈ കേസിൽ ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരിക്കലും പൂർണ്ണമായിട്ട് വിശദീകരിക്കപ്പെടാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെക്കുറിച്ച് നോക്കാം. ഓംപ്രകാശും രാജേഷും, അതായത് ആ രാത്രി പോളിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അവരെന്തിനായിരുന്നു പോളിനൊപ്പം അവിടെ ഉണ്ടായിരുന്നത്? അവർ അവന്റെ സുഹൃത്തുക്കളായിരുന്നുവോ, അതോ പോളിന്റെ ബോഡി ഗാർഡ് ആയിരുന്നോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾക്കായി വന്ന ആളുകളായിരുന്നോ? ഇതിലും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നത് നേരിട്ട് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെ നിന്നവരായിരുന്നുവോ അവർ? ആ ജംഗ്ഷനിൽ വെച്ച് പോളും ആ കൊട്ടേഷൻ സംഘവും തമ്മിൽ പ്രശ്നം തുടങ്ങിയപ്പോൾ അവർ പോളിനെ സഹായിക്കാൻ ശ്രമിച്ചില്ല. അവർ പോലീസിനെയോ മറ്റാരെങ്കിലുമോ സഹായത്തിന് വിളിച്ചതുമില്ല. അവരവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. പിന്നീട് ആഴ്ചകളോളം അവർ എങ്ങോട്ടോ ഓടി ഒളിച്ചു. എന്നിട്ടും ഇവരെയൊക്കെ സാക്ഷികളാക്കാനാണ് CBI തീരുമാനിച്ചത്, അല്ലാതെ സംശയിക്കപ്പെടുന്നവരായിട്ടല്ല. ആ തീരുമാനത്തിന് തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം ഇന്ന് വരെ പൊതുസമൂഹത്തിന് മുന്നിൽ ആരും നൽകിയിട്ടില്ല എന്നതാണ് സത്യം. ഇനി പോളിന്റെ ഡൽഹിയിലുള്ള പഴയകാല ജീവിതത്തെക്കുറിച്ച് നോക്കാം. കൊക്കൈൻ ഉപയോഗിച്ചതിന് അറസ്റ്റിലായിട്ടുള്ള ഒരു സംഭവം, ഡൽഹിയിലും ഗോവയിലും ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്ന വലിയ മയക്കുമരുന്ന് മാഫിയകളുമായിട്ടുള്ള ബന്ധം, കേരളത്തിലുള്ള അവന്റെ റിസോർട്ടുകൾ വഴിയും അതുപോലെ മറ്റു പ്രോപ്പർട്ടി ബിസിനസ്സുകൾ വഴിയും വലിയ തോതിലുള്ള പണമിടപാടുകൾ അവൻ കൈകാര്യം ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പല വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ അവൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 2 ലോകങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഒന്നൊരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളരെ മാന്യമായിട്ടുള്ള അംഗീകരിക്കപ്പെട്ട മുഖം, മറ്റൊന്ന് നിറയെ നിഴലുകളും ദുരൂഹതകളും നിറഞ്ഞ അവന്റെ സ്വന്തം വ്യക്തി ജീവിതം. ആ അർദ്ധരാത്രിയിൽ ആ റോഡിൽ സംഭവിച്ചതുമായിട്ട് ഈ ഇരുണ്ട ജീവിതത്തിന് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഇനി ആ കൊട്ടേഷൻ സംഘത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. അവരെല്ലാവരും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൊലയാളികളായിരുന്നു. 22 പേരടങ്ങുന്ന ഒരു വലിയ സംഘം, എല്ലാവരുടെ കയ്യിലും ആയുധം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ വലിയ പരിചയ സമ്പത്തുള്ള ആളുകൾ, പണം വാങ്ങി ആളുകളെ കൊല്ലുന്ന കോൺട്രാക്ട് കൊലപാതകങ്ങൾ ഉപജീവനത്തിനായിട്ട് ചെയ്യുന്നവർ. CBI പറയുന്നത് വെറും ഒരു റോഡ് റേജിന്റെ പേരിൽ ആ നിമിഷത്തിലുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അവർ പോളിന്റെ കാറിനെ പിന്തുടർന്നത് എന്നാണ്. എന്നാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കൊലയാളികൾ ഒരിക്കലും ആവശ്യമില്ലാത്ത റിസ്കുകൾ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് വസ്തുത. ചെറിയ പ്രകോപനങ്ങളുടെ പേരിൽ അവർ ഒരിക്കലും സ്വയം വെളിപ്പെടുത്തില്ല. അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും, സമയപരിധി ഉണ്ടാകും, അതുപോലെ തന്നെ വലിയൊരു അച്ചടക്കം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൃത്യം ആ രാത്രിയിൽ മാത്രം എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ആ പ്രൊഫഷണൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് റോഡിലൂടെ പോയ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാറിന് പുറകെ പോയത്? എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം? അതൊരു ആകസ്മികമായിട്ടുള്ള സംഭവം അല്ലായിരുന്നെങ്കിൽ മാത്രമേ അവരങ്ങനെ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ആ റോഡിലൂടെ ആ സമയത്ത് വന്നത് ഒരിക്കലും ഒരു യാദൃശ്ചികത അല്ലായിരുന്നെങ്കിൽ മാത്രം, അത് മുൻകൂട്ടി തീരുമാനിച്ച ഒന്നായിരുന്നെങ്കിൽ, അവൻ എവിടെയായിരിക്കും, കൃത്യം ഏത് സമയത്ത് എത്തുമെന്ന് മറ്റാർക്കെങ്കിലും വ്യക്തമായി അറിയാമായിരുന്നെങ്കിൽ, ആ സമയത്ത് കൃത്യമായിട്ടുള്ള ആളുകൾ ആ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് ആരെങ്കിലും ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒഫീഷ്യലായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊന്നും ഇന്ന് വരെ ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യം അതാണ്. ഒരുപക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്ക് 100% ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 2009 ഓഗസ്റ്റ് മാസം 22-ന് പോൾ മുത്തൂർ ജോർജ് കൊല്ലപ്പെട്ടു. ആ കേസിൽ കാര്യ സതീഷ് എന്നൊരാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവനോടൊപ്പം ശിക്ഷിക്കപ്പെട്ട മറ്റ് 8 പേരും ഇന്ന് സ്വതന്ത്രരായി പുറത്തുണ്ട്. ആ കൊലയാളി സംഘത്തിന്റെ നേതാവ് ഇപ്പോൾ ജയിലിലില്ല. ആ രാത്രി പോളിന്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന 2 പേർ ഈ കേസിൽ സർക്കാരിന്റെ പ്രധാന സാക്ഷികളായി മാറി. ആദ്യം കണ്ടെടുത്തു എന്ന് പോലീസ് പറഞ്ഞ ആയുധം അത് മിക്കവാറും അവർ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. പോലീസിന്റെ ആദ്യ അന്വേഷണം അപൂർണമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കേസ് CBIക്ക് കൈമാറിയത്. പിന്നീട് അത് ഹൈക്കോടതിയിൽ, അവിടെ നിന്ന് സുപ്രീം കോടതിയിൽ. അങ്ങനെ കഴിഞ്ഞ 15 വർഷമായി ഈ കേസ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇതിനെല്ലാം ഇടയിൽ എവിടെയോ ആ പൂർണ്ണമായിട്ടുള്ള സത്യം ഇപ്പോഴും മറഞ്ഞു കിടപ്പുണ്ട്. ആർക്കാണ് പോൾ മുത്തൂറ്റ് മരിക്കേണ്ടിയിരുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കൊലപാതകം? അന്വേഷണം ചില പ്രത്യേക വഴികളിലൂടെ മാത്രമേ പോകാവൂ എന്ന് ഉറപ്പുവരുത്തിയത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരങ്ങൾ ഇപ്പോഴും എവിടെയോ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്. വെറും 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും വലിയ സ്വർണ്ണ സാമ്രാജ്യത്തിന്റെ അവകാശി, അർദ്ധരാത്രിയിൽ ഏതോ ഒരു റോഡിൽ വെച്ച് കത്തിമുനയിൽ അവൻ കൊല്ലപ്പെടുന്നു. സാങ്കേതികമായിട്ട് ഈ കേസ് ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു.
പക്ഷേ ഈ കഥ ഇത്രയും നാൾ വളരെ ശ്രദ്ധയോടെ പിന്തുടർന്ന ഏതൊരാളോടും നിങ്ങൾ ചോദിച്ചാലും അവർ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. അവർക്കെല്ലാം പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കഥ, യഥാർത്ഥ സത്യം അത് ഇന്ന് വരെയും ആരോടും പറയപ്പെട്ടിട്ടില്ല, ഇതുവരെയും ആരും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ വ്യത്യസ്തമായ സംഭവങ്ങളെക്കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.